എന്തൊക്കെയായാലും ആ പെൺകൊച്ചിനെ നീ ചീത്ത വിളിച്ചത് ഒട്ടും ശരിയായില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? ചെവിക്കുറ്റി നോക്കി രണ്ട് പറ്റിക്കണം, അല്ല പിന്നെ. ഇനിയിപ്പോ അത് തന്നെ ചെയ്യാൻ പോണ്. ഒരു 200 രൂപ ഞെട്. അതിനെന്താ കാശ്? പെട്രോൾ അടിക്കാൻ. രാവിലെ 2 ലിറ്റർ അടിച്ചതല്ലേ, പിന്നെന്തിനാ വീണ്ടും അടിക്കുന്നത്? രാവിലെ ഒരു കുറ്റി പൊട്ട് വിഴുങ്ങിയതല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ വീണ്ടും വെട്ടി വിഴുങ്ങിയത്? കിട്ടിയ ശമ്പളം മുഴുവൻ ചെലവായി പോയാ? ചെലവായില്ലല്ല, ഇയാടെ വായി തന്നെയാ പോയത്. എന്റെ പേഴ്സ് കാലിയായാലല്ലേ സ്വന്തം പേഴ്സ് തുറക്കൂ. കാശെട്. ഹലോ സാർ. എന്താണോ ഒരു കാർ കിട്ടിയപ്പോ രണ്ടാളോ ഓഫീസിലെ പണിയൊക്കെ വേണ്ടെന്ന് വെച്ചോ? ഇല്ല സാർ, 2 ദിവസം ഞാൻ ജോയിൻ ചെയ്യും. അതെങ്ങനെ? ഇന്നത്തോടെ ലീവ് തന്നില്ലേ? സാറൊന്ന് ഒപ്പിട്ട സാങ്ഷൻ ആവാത്ത ലീവ് ഉണ്ടോ? ഒന്നും പറ്റില്ല, ഇപ്പൊ തന്നെ ഒരുപാട് വർക്ക് പെൻഡിങ്ങില്ല. അങ്ങനെ പറയരുത് സാർ. സാറ് ദിവസവും ഈ കൈ കൊണ്ട് 100 കണക്കിന് സൈൻ ചെയ്യുന്നല്ലേ, അതിലും കൂടി ഒരു സൈൻ ചെയ്താൽ. ഈ കൈ കൊണ്ട് എവിടെയൊക്കെ സൈൻ ചെയ്യണം, എവിടെയൊക്കെ സൈൻ ചെയ്യണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. സൈൻ ചെയ്യാതെ ജോയിൻ ചെയ്യാൻ നോക്ക്. എനിക്ക് കാറ് കിട്ടിയതിന്റെ അസൂയക്ക് ഓണമുണ്ടല്ലേ, ഒരു ഉണക്ക സ്കൂട്ടറും തള്ളിക്കൊണ്ട്. മുതലാളി, ഇന്നലെ പെട്രോൾ അടിച്ചിട്ട് കാശ് തരാതെ പോയ കാർ വന്നിട്ടുണ്ട്. എടാ ജോസേ, വാസു വാ. ഇട്ട് തിരുമാതെ ഇങ്ങോട്ട് എടുക്കടോ. എവനാണോ? അതെ, ഇതേ നമ്പർ. എന്താ പ്രശ്നം പറയാമടാ. നീയൊക്കെ അല്ലേ ഇന്നലെ ഇവിടെ ഒന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചത്? അയ്യോ ചേട്ടന്മാർക്ക് തെറ്റി. ജീവിതത്തിൽ ഇന്നേ വരെ ഞങ്ങൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടില്ല. കാശ് തരാതെ രക്ഷപ്പെടാന്ന് വെച്ചാ പട്ടികളെ. പോയി എന്റെ വാച്ച് പോയി. എന്റെ പേഴ്സ് പോയി. എന്റെ പേഴ്സ്. അതൊന്നും സാരല്ലെന്നേ, നാളെ തീർത്താ മതി. ശരി, നാളെ കാണാം. എന്ത് പറ്റി? ഒന്നുമില്ല. സാറേ, ഇത് മൊത്തം ഇളക്കി നോക്കിയാലേ ശരിയാവും. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം. ഇപ്പൊ അതിനൊന്നും നേരമില്ല, ഒന്നുകൂടെ ഒന്ന് നോക്ക്. നടക്കില്ല സാറേ. എന്റെ ഓഫീസിൽ സ്റ്റാഫിന്റെ കാർ വരുന്നുണ്ട്. നീ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകും. എടാ മഹാദേവ, നല്ല സ്പീഡാണല്ലോടാ. പേടിപ്പിക്കുക തന്നെ. അങ്ങനെ ഒന്നും പേടിക്കുന്നവനല്ല ഈ കോച്ചി. അയ്യോ, എന്റെ കൈ പോയേ. കുട്ടി വന്നോ? എന്തിനാ സാർ കാണണമെന്ന് പറഞ്ഞത്? കാണാനല്ല, കാണിക്കാനാ വിളിപ്പിച്ചത്. ഈ കിടക്കണല്ലേ കാറ്? അതെ സാർ. കമോൺ. ഈ നിൽക്കുന്നല്ലേ ആള്? അതെ സാർ, ഇയാള് തന്നെ. എടി, അപ്പൊ നീയാണ് ഇതിന്റെ പിന്നിലല്ലേ? നീനെ കള്ളക്കേസ് കൊടുക്കുമല്ലേ? ഇവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ. നിന്നെ ഞാൻ ഇടിച്ചതിന്റെ കൂമ്പളക്ക് ഞാൻ കുഞ്ഞു നിൽക്കണം. സാർ, ഞാൻ നിരപരാധിയാ. ഇത് കള്ളക്കേസാ. ഇവിടെ കള്ളിയാ. കുഞ്ഞു നിൽക്കാൻ നിന്നോട് കുനിയാനാ പറഞ്ഞത്. നീ എന്റെ മസിലിന് പണി ഉണ്ടാക്കും. മതി വിക്രമ, നിന്റെ മസിലിന് പണി ഉണ്ടാക്കണ്ട. വിക്രമ,
നെല്ല് കൂത്തുന്നത് എങ്ങനെയാന്ന് കാണിച്ചു കൊടുക്കടാ. കാറ് കയറാത്തവരൊക്കെ നീ കാറിലേക്ക് കൊല്ലുവല്ലടാ. ഇക്കളിയാക്കില്ലേ സാറേ? മതി വിക്രമ, നിന്റെ കൈ കുത്തി അകത്ത് കയറിയ പിന്നെ അത് കൊലപാതക കുറ്റമാവും. നിന്നെ കാർ ഓടിക്കാൻ പഠിപ്പിച്ചേ? ഞാൻ തനിയെ പഠിച്ചതാ. അന്ന് ഓടിച്ച് കാണിക്ക്. ഇവിടെ നിന്ന് ഓടിച്ച് കാണിക്കണ. അതിന് കാറ് വേണ്ടേ? ഇത് കാറെന്ന് സങ്കല്പിച്ച് ഓടിക്കണം. ആ. ഇരുന്ന് ചാറ്റേടാ, ഡോർ അടയ്ക്കടാ, ഓടിക്കേ. അയ്യോ നല്ല മഴ ആണോ? വൈപ്പിടാ. ദേ നിൽക്കണൊരു പെൺകുട്ടി എവിടെ? വായി നോക്കുന്നടാ റാസ്കൽ. ക്ലാസ് കേട്ട് പോടാ, സ്പീഡി പോടാ, സ്പീഡി പോടാ. ചെയ്യണം പോടാ. എന്താ വണ്ടി നിർത്തിയേ? ഒരു പട്ടി കുറുക്കെ ചാടി. ആ മതി മതി, ഇറങ്ങ്. ഓ, ആ കുട്ടീനെ ഒന്നുകൊണ്ടും മേടിക്കണ്ട. ഇവനിനി ആരും ഇടിക്കില്ല. നല്ല പോലെ കാർ ഓടിക്കാൻ പഠിച്ചില്ലടാ. ഉവ്വ്. ആ നീ ഇനി പെൺകുട്ടികളെ ഉപദ്രവിക്കോ? അയ്യോ ഇല്ല. എന്റെ ഷർട്ട്. ആ അതെ, ഞാനൊന്ന് പോയി റെസ്റ്റ് ചെയ്തിട്ട് വരാം. എന്റെ അമ്മേ, എന്തൊരു വേദന. എന്നെ ഞാൻ കാണിച്ചു തരാം മടി. ചൂലെ പുല്ലെ. എടാ നിനക്ക് എപ്പോഴാ സെല്ലുലാർ ഫോൺ കിട്ടിയത്? ഇത് സെല്ലുലാർ ഫോൺ കിട്ടിയതല്ല, എന്റെ ചെവിയുടെ കല്ലുലാർ പോയി കിട്ടിയതാ. അയ്യോ, ഗുഡ് മോർണിംഗ്. മഹാദേവൻ വന്നാലുടൻ മാനേജറെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, ലീവിന്റെ കാര്യം പറയാനാവും. കൃഷ്ണ. ഗുഡ് മോർണിംഗ് സർ. വെരി ബാഡ് മോർണിംഗ്. KL 7007 അതല്ലേ എന്റെ വണ്ടിയുടെ നമ്പർ? അതെ സർ. നിറം ചുവപ്പാണല്ലോ. അതെ. ഉറപ്പാണല്ലോ. ഉറപ്പാണ് സർ. മറ്റൊന്നുമില്ലല്ലോ. ഇല്ല സർ. ഗുരുവായൂരപ്പ. Then you are dismissed. അയ്യോ, എന്തിനാണ് സാർ? ഈ കൈ കൊണ്ട് ഒരു ഒപ്പിടാൻ പറ്റൂല എന്ന് പറഞ്ഞതിന് നീ എന്റെ ഈ കൈ തന്നെ ഇടിച്ചൊടിച്ചല്ലോടാ സാമദ്രോഹി. സാർ എന്താ ഈ പറയുന്നത്? മിണ്ടിപ്പോകരുത്. എന്നോട് പ്രതികാരം കാട്ടിയതാണ്. തന്നെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കേണ്ടതാ. Get out. സാർ, സത്യമായിട്ട് ഞാൻ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല. സാറിന് തെറ്റിയതാവും. തന്നോട് പോകാനാ പറഞ്ഞത്. സാർ, ഈ ജോലി പോയി കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ മറ്റൊരു മാർഗമില്ല സാർ. ഒരു കാർ കൈവശം ഉണ്ടല്ലോ, വല്ല കള്ള ടാക്സി പഠിച്ച് ജീവിക്കേ പോ. സാർ പ്ലീസ്. I say you get out. എന്താ, എന്ത് പറ്റി? മുഖത്തൊരു വാട്ടം. എന്നെ പിരിച്ചു വിട്ടു കുമാരേട്ട. അതെന്തിനാ? അദ്ദേഹത്തിന്റെ മേത്ത് കാറ് തട്ടിയതിന്. അതെപ്പോഴാ നീ തട്ടിയത്? ഞാൻ തട്ടിയിട്ടില്ല. പിന്നെ ആ, അത് കൊള്ളാമല്ലോ. തട്ടിയവനെ കിട്ടിയില്ലേ, കിട്ടിയവനെ തട്ടി. നീ ധൈര്യമായിട്ടിരിക്കും. ആ. ഞാൻ പോയി ചോദിക്കാം. ആ. എന്താ സാർ? മഹാദേവ് സാർ ഒരു പാവമാണ്, നിരപരാധിയാണ് സാർ. സാറിനെ വണ്ടി ഇടിച്ചത് മറ്റാരെങ്കിലും ആയിരിക്കും. തനിക്കെന്തായിട്ടാണ് നിശ്ചയം? ഞാൻ എപ്പോഴും ആ കാറിൽ ഉണ്ടാവും സാർ. ഓ, എപ്പോഴും ഉണ്ടാവൂ? എപ്പോഴും ഉണ്ടാവും. ഉറപ്പാണോ? ഉറപ്പാണ് സാർ. താനും കൂടെ ഉണ്ടാകുമോ എന്ന് സംശയത്തിലായിരുന്നു. അതുകൊണ്ടാ ഇത് പെൻഡിങ് വെച്ചത്. ഇപ്പൊ ഉറപ്പായി. പിടി. എന്താ സാർ ഇത്? തന്നെയും പിരിച്ചുവിട്ടിരിക്കുന്നു. അയ്യോ സാർ. സാർ പോടും. ഇതൊരു സസ്പെൻഷനാക്കി തന്നൂടെ സാർ? സാധ്യമല്ല. ഉറപ്പാണ് സാർ. ഉറപ്പാണ്. എന്തുവാണോ ഇത്? ഇതേ ഒന്ന് കഴുകി വെച്ചേ. എന്തായി? നീ വിഷമിക്കണ്ട. നിന്നോടൊപ്പം ഏതാപത്തിലും ഞാനും ഉണ്ടാവും. അതേടാ, അയാൾ എന്നെയും പിരിച്ചുവിട്ടു. ഇനി നമുക്ക് ഒരുമിച്ച് തേണ്ട. എന്തോ കാര്യമായ തകരാറുണ്ട്. ഹെഡ്ലൈറ്റിന്റെ അല്ലേ, ഞാനത് ശരിയാക്കി. അതല്ലടാ, ഇതിന് വേറെന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. കാലി കവർ കൊടുത്ത് കിട്ടിയ കാറായപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോ ഇത് തന്നെത്താനെ പോയി പെട്രോൾ അടിക്കുകയും ആളുകളെ ഇടിച്ചു വീഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പണ്ട് അമേരിക്കയിൽ ഇതുപോലെ സംഭവം നടന്നിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ ഡ്രൈവർ ഇല്ലാതെ ഒരു കാർ വന്ന് മനുഷ്യരെ ഇടിച്ച് വീഴ്ത്തുകയും കൊല്ലുകയും ചെയ്യുമായിരുന്നു. അതേക്കുറിച്ചൊരു സിനിമയും ഉണ്ടായിട്ടുണ്ട്. നീ കേട്ടിട്ടില്ലേ? ദി കാർ. അതുപോലൊരു ദി കാർ ആയിരിക്കുമോ ഇത്? അങ്ങനെ വെച്ച് നോക്കുമ്പോ എന്റെ ബലമായ സംശയം ഈ കാറിൽ പ്രേതബാധയുണ്ടോന്നാ. അല്ലെങ്കിൽ നീ തന്നെ പറ, ആ പെട്രോൾ പമ്പുകാർക്ക് തെറ്റുപറ്റിയതായിരിക്കാം.
ആ പെണ്ണ് നിന്നെ കള്ളക്കേസ് കൊടുക്കാൻ ചെയ്തതായിരിക്കാം. പക്ഷെ നമ്മുടെ മാനേജറുടെ കൈ ഒടിഞ്ഞെങ്ങനെ? കുമാരേട്ടാ, ഒന്നുകൂടി നീ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളോട് എന്തെങ്കിലും ശത്രുതയുള്ളവരെ ഇത് പോയി ഇടിക്കുന്നുള്ളൂ. നമുക്ക് ഏതെങ്കിലും ഒരു മന്ത്രവാദിയെ കാണിച്ചാലോ? എന്ത് വിഡ്ഢിത്തായി പറയുന്നത്? പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? കാറിന്റെ പുറത്ത് കൂടണമെങ്കിൽ അത് മറുതായിരിക്കും. 2ാം സമ്മാനമായിട്ട് ആ ഫ്രിഡ്ജ് അടിച്ചാ മതിയായിരുന്നു. ആ, ഇപ്പൊ വീട്ടിനകത്തിലും കിടന്നുറങ്ങാം. അതായിരുന്നെങ്കിൽ രാത്രി നെഞ്ചത്തി എവിടെയായിരിക്കും നടക്കുന്നത്. ഞാൻ ആലോചിക്കായിരുന്നു കുമാരേട്ടാ, ഈ കാറ് നമ്മുടെ കൈ കിട്ടിയ ശേഷം ഉണ്ടായ ഓരോ മാറ്റങ്ങളെ. ഓ, നശിപ്പിച്ചു. പണ്ടാരത്തിന്റെ കാര്യം എങ്ങനെയെങ്കിലും മറക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവന്റെ ഒരു മഹാദേവ. ഇതിനെ ഇനി കണി കാണുന്നത് പോലും നമുക്ക് ആപത്താണ്. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നമുക്ക് ആർക്കെങ്കിലും കിട്ടുന്ന വിലക്കില്ലേ വിൽക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം തകർത്തിട്ടേ ഇത് ഇവിടുന്ന് പോവും. അതിനും വേണ്ടി ഇവിടെ എന്താ സംഭവിച്ചത്? എന്റെ ദൈവമേ, സംഭവിച്ചതൊന്നും പോരെ നിനക്ക്? ഒന്നുമില്ല കുമാരേട്ടാ. കുമാരേട്ടന് ഗീത അറിയില്ലേ? പിന്നെ സിനിമാ നടി ഗീതയല്ലേ? ഭഗവത്ഗീത. ഓ. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നത് നല്ലതിന്. അതെ, പെട്രോൾ പമ്പ് വെച്ച് തല്ല് കൊണ്ടതല്ല ഇത്. പോലീസുകാരടിച്ച് സൂപ്പാക്കിയതല്ല ഇത്. ഉണ്ടായിരുന്ന നല്ലൊരു ജോലി നഷ്ടപ്പെട്ടത് വളരെ നല്ലത്. സംശയം എന്ത്? അല്ലാതെ ജീവിതകാലം മുഴുവനും വല്ലവനും വേണ്ടി ചായയും കാപ്പി ഉണ്ടായിക്കൊണ്ടിരുന്നാ മതിയോ? കുമാരേട്ടാ, എല്ലാം മാറി മറിയാൻ പോവാ. അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അല്ലെങ്കിൽ ഒരു മാലാകയെ പോലെ ആ പെണ്ണിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട വല്ല കാര്യമുണ്ടോ കുമാരേട്ടാ? പെണ്ണോ? ഏത് പെണ്ണ്? മായ. അവളെ ഞാൻ പ്രേമിച്ചു തുടങ്ങി കുമാരേട്ടാ. നിനക്കെതിരെ കള്ളക്കേസ് കൊടുത്ത ആ പെണ്ണിനെ? ആ, കുമാരേട്ടനെ അറിയൂ, ആത്മാർത്ഥ പ്രേമത്തിന്റെ തുടക്കം എപ്പോഴും ഒരു ഉടക്കിന്നായിരിക്കും. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ആദ്യം ഒന്ന് ഉടക്കും, പിന്നെ അങ്ങോട്ട് അടുക്കും, പിന്നെ ഉടക്കും, പിന്നെ അടുക്കും. അങ്ങനെ ഉടക്കി ഉടക്കി അടുത്തടുത്ത് പിരിയാൻ വയ്യാത്ത വിധം എന്നേക്കുമായിട്ട് അങ്ങോട്ട് അടുക്കും. ഇതിനൊക്കെ കാരണക്കാരനാരാ? ആരാ? നമ്മുടെ കാറ്. വാ. ഇപ്പൊ അങ്ങോട്ട് നോക്കിയേ കുമാരേട്ട, അവൻ നമ്മുടെ ശത്രു അല്ല.